ഇസ്രായേൽ ആക്രമണത്തിൽ നാവികസേനാ മേധാവി അലി റിസ ടെങ്സിരി കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇസ്രായേലിലെ ഹൈഫ ഓയിൽ റിഫൈനറിക്ക് നേരെ വീണ്ടും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. ഇത് രണ്ടാം തവണയാണ് റിഫൈനറിക്ക് നേരെ ആക്രമണം നടക്കുന്നത്. റിഫൈനറിലെ ഇന്ധന ടാങ്ക് തകർന്നു. MC നാസർ വിവരങ്ങൾ നൽകാനായി ചേർന്നു. നാസർ, പറഞ്ഞതുപോലെ തന്നെ നാവിക മേധാവി കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സാഹചര്യം എത്ര കണ്ട് സങ്കീർണമാണ്? അനീഷ, തീർച്ചയായിട്ടും വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്രായേലിന് നേർക്ക് അല്പം മുമ്പ് വ്യാപകമായിട്ടുള്ള മിസൈൽ ആക്രമണമാണ് ഇറാനിൽ നിന്നും അതോടൊപ്പം സമാന്തരമായിട്ട് ലബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രത്തിൽ നിന്നും കൂടി ഉണ്ടായത്. തെക്കൻ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണങ്ങളിൽ അധികവും. അവിടെ ഹൈഫ റിഫൈനറിയിൽ വലിയ തോതിൽ തീപിടുത്തമുണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ മാസം 19-ന് റിഫൈനറിക്ക് നേരെ ആക്രമണം നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വലിയ തോതിൽ അഗ്നിബാധ രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ റിഫൈനറിക്ക് നേരെ ആക്രമണം നടന്നിരിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ഒരു എണ്ണ ടാങ്ക് തന്നെയാണ് പൊട്ടിത്തെറിച്ചതെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈഫ മേഖലയിൽ മാത്രം 3 കെട്ടിടങ്ങൾ തകർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനീഷ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ നാവികസേനാ മേധാവി അലി റിസ കൊല്ലപ്പെട്ടതായി ഒടുവിൽ ഇറാൻ നേതൃത്വം സ്ഥിരീകരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നാവിക മേധാവി മരിച്ചതെന്നാണ് IRGCയുടെ വക്താവിന്റെ പ്രതികരണം അല്പം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും അതിശക്തമായിട്ടുള്ള മുന്നൊരുക്കങ്ങളുമായി തങ്ങളും മുന്നോട്ട് പോവുകയാണെന്ന് IRGC വ്യക്തമാക്കുന്നുണ്ട്. കാരണം വലിയ തോതിലുള്ള ഒരു കരയാക്രമണത്തിന് അമേരിക്ക പദ്ധതിയിടുന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ ഒരുക്കങ്ങളും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നും ഹോർമുസ് കടലിടുക്കിൽ ഉൾപ്പെടെ മേധാവിത്വമുണ്ട് എന്നുകൂടി ഇറാൻ നേതൃത്വം വ്യക്തമാക്കുന്നത്. അനീഷ, നാസർ, ഇതിനിടെ ഇന്നലെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചർച്ച നടന്നിരുന്നു. കാര്യമായ പുരോഗതിയൊന്നും ആ ചർച്ചയിൽ ഉണ്ടായിട്ടില്ല. US-ഉം ഇസ്രായേലും ഇറാനും ഒന്നും ആ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തിട്ടില്ല. ഈ മധ്യസ്ഥത വഹിക്കാമെന്ന് അറിയിച്ച രാജ്യങ്ങൾ മാത്രമാണ് ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും പുരോഗതിയുണ്ടോ? ഒരു നയതന്ത്ര പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത ഈ ഘട്ടത്തിലെങ്കിലും തെളിഞ്ഞു കാണുന്നുണ്ടോ? അനീഷ, വലിയ പ്രതീക്ഷയോടുകൂടി ആയിരുന്നു പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഈ 4 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ഇസ്ലാമാബാദിൽ യോഗം ചേർന്നത്. ഇറാനുമായിട്ട് നിരന്തരമായിട്ട് അവർ ആശയവിനിമയം നടത്തി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ടും അവർ ആശയവിനിമയം നടത്തിയിരുന്നു. എന്തായാലും ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന ഒരു തത്വത്തിലുള്ള ഒരു അംഗീകാരമൊക്കെ വന്നിരുന്നു. പക്ഷെ അതിനിടയിലാണ് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം തന്റെ ലക്ഷ്യം എന്നത് ഇറാന്റെ എണ്ണ കൈയെടുക്കുകയാണ് എന്നും അതിനുവേണ്ടി കാർഗ് ദ്വീപ് താൻ പിടിച്ചെടുക്കുമെന്നും ആവശ്യമെങ്കിൽ കാർഗ് ദ്വീപിൽ സൈന്യത്തെ കുറച്ചു കാലം നിലനിർത്തുമെന്നും ഉൾപ്പെടെയുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുമാത്രമല്ല, ഈ മേഖലയിൽ കൂടുതൽ സൈനിക മുന്നൊരുക്കങ്ങൾ നടത്താൻ അമേരിക്ക തീരുമാനിച്ചതും ഈ ചർച്ചയ്ക്കും ഈ ഒരു സമാധാന നീക്കത്തിനും വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇറാൻ നേതൃത്വം, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത് ഏതൊരു ചർച്ചയുടെയും അടിസ്ഥാനം എന്നത് വിശ്വാസ്യതയായിരിക്കണം, പരസ്പര ബഹുമാനമായിരിക്കണം. പക്ഷേ ഇത് രണ്ടും കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് ആക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക, എന്നിട്ട് ചർച്ചയിലേക്ക് വരാൻ ഞങ്ങളോട് പ്രേരിപ്പിക്കുക, ഇത് രണ്ടും ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ട് ഈ വിശ്വാസ്യതയും പരസ്പര ബഹുമാനവും തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ചർച്ചയാകാമെന്ന വളരെ അസന്നിഗ്ധമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ നേതൃത്വം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൈനികമായിട്ട് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളെ ആ അർത്ഥത്തിൽ തന്നെ നോക്കിക്കാണാനും അതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഉതകുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇറാൻ നേതൃത്വം തീരുമാനിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ട്രംപിന്റെ പ്രതികരണത്തോടുകൂടി കൂടുതൽ പ്രകോപനപരമായിട്ടുള്ള അവസ്ഥയിലേക്ക്, ഒരു കരയുദ്ധത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്ന ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. അതേ ട്രംപ് തന്നെയാണ് ഇറാനുമായിട്ട് ചർച്ചകൾ നടക്കുന്നതായും മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന നടക്കുന്ന ചർച്ചയിലൂടെ ഒരു കരാർ രൂപപ്പെടുമെന്ന പ്രതീക്ഷയും പങ്കുവെക്കുന്നത്. പക്ഷേ ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയർത്തുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അനീഷ.